ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് അനിശ്ചിതകാല സ്വകാര്യ ബസ് പണിമുടക്ക്. സമരം മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയ്ക്ക് തറയിടാൻ. സമരത്തെ കർശനമായി നേരിടുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. നിയമം ലംഘിക്കുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുമെന്ന് മന്ത്രി. തൊഴിലാളികൾക്ക് ശമ്പളം നിഷേധിച്ചാൽ കർശന നടപടിയെന്ന തൊഴിൽ മന്ത്രി. എതിർപ്പ് അവഗണിച്ചും പരിശോധന തുടരുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ സംഘർഷം തുടരുന്നു. മരണം 26. പ്രശ്നബാധിത മേഖലകളിൽ സൈന്യത്തെ വിന്യസിച്ചു. അക്രമം ഗ്രാമങ്ങളിലേക്ക് പടരുന്നു. മോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് BJP പാർലമെന്ററി ബോർഡിൽ ഭിന്നത. തർക്കം പരിഹരിക്കാനുള്ള BJP-RSS യോഗം ഡൽഹിയിൽ നാളെയും തുടരും. അദ്വാനിയും രാജ്നാഥ് സിംഗും RSS നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. സിറിയയെ ആക്രമിക്കാൻ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ നേടിയതായി അമേരിക്ക. അറബ് രാഷ്ട്രങ്ങളുടെ നേതാക്കളുമായി US വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ കോമൺവെൽത്ത് പൗരന്മാരെ തിരിച്ചുകൊണ്ടുവരാൻ സിറിയയിലേക്ക് വിമാനം അയച്ചു. പരിശോധനയ്ക്ക് വഴങ്ങാതെ മത്സരയോട്ടത്തിന്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്കും. സ്പീഡ് ഗവർണർ ഇല്ലാത്ത ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് അനിശ്ചിതകാല പണിമുടക്ക്. കൊച്ചിയിൽ ഇന്ന് ചേർന്ന വിവിധ ബസ്സുടമ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് പണിമുടക്കാനുള്ള തീരുമാനം. കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ, കേരള ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. സ്പീഡ് ഗവർണർ ഘടിപ്പിക്കുന്നതിന് തങ്ങൾ എതിരല്ലെന്നും എന്നാൽ സ്പീഡ് ഗവർണർ കേടായാൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് സംസ്ഥാനത്ത് നിലവിൽ സംവിധാനമില്ലെന്നും ബസ്സുടമകൾ പറഞ്ഞു. ഇതിന് സർക്കാർ സംവിധാനമൊരുക്കിയാൽ സമരം പിൻവലിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ബസ് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ കണ്ടീഷനിൽ ഓടുന്ന ഒരു വാഹനമാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസും ഒരു മെക്കാനിക്കൽ ഡിവൈസും ഒരിക്കലും ചേരുകയില്ല. ഇവർ തന്നിരിക്കുന്ന ഈ സാധനം ഒരു ബൾബ് പീസാകുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ട്യൂബ് പീസാകുന്നത് പോലെ എപ്പോഴും അത് റിപ്പയർ ആകാവുന്ന സാധനമാണ്. ആ സാധനം മെയിൻ്റനൻസ് ചെയ്യുകയും റിപ്പയർ ചെയ്യുകയും ചെയ്യുവാനുള്ള ബാധ്യത ഞങ്ങൾക്കല്ല. റദ്ദാക്കിയ പെർമിറ്റുകൾ പുതുക്കുന്നതിന് ഉടമകൾക്ക് 50,000-ലധികം രൂപ ചെലവാകുന്നുണ്ടെന്നും ഇത് ഇപ്പോൾ തന്നെ നഷ്ടത്തിലായ ബസ് വ്യവസായത്തെ പൂർണ്ണ തകർച്ചയിലേക്ക് നയിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. അപകടങ്ങൾക്ക് കാരണം സ്വകാര്യ ബസ്സുകൾ മാത്രമാണെന്ന വാദം ശരിയല്ല. റണ്ണിംഗ് ടൈം പുനഃക്രമീകരിക്കണമെന്നും സ്വകാര്യ ബസ്സുകളുടെയും KSRTC ബസ്സുകളുടെയും റണ്ണിംഗ് ടൈം ഏകീകരിക്കണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. മീഡിയ 1 കൊച്ചി. ഈ വിഷയം ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. മുൻ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ PD സുകുമാരൻ കോട്ടയത്ത് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം ജനറൽ സെക്രട്ടറി നൌഷാദ് കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. പന്തീരാങ്കാവ് ബസ് സർവീസ് കൂട്ടായ്മയുടെ പ്രസിഡന്റ് അബ്ദുസത്താർ കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ചർച്ചയിലേക്ക് വരാം നമുക്ക്. അതിനു മുൻപ് ഈ വാർത്ത കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ബസ്സുകളുടെ മത്സരയോട്ടം നിർത്താൻ ബസ്സുടമകൾക്ക് കഴിയുമെന്ന് തെളിയിക്കുകയാണ് കോഴിക്കോട്ടെ ബസ്സുടമകളുടെ ഈ കൂട്ടായ്മ. കോഴിക്കോട് പന്തീരാങ്കാവ് പെരുമണ്ണ റൂട്ടുകളിലോടുന്ന ബസ്സുകളുടെ മത്സരയോട്ടവും അപകടവും നിയന്ത്രിക്കാനാണ് ഈ കൂട്ടായ്മ രൂപീകരിച്ചത്. 40 ബസ്സുകൾ, ദിവസം 640-ലേറെ ട്രിപ്പുകൾ, മത്സരയോട്ടവും കയ്യാങ്കളിയും പതിവ്. 2011 ഓഗസ്റ്റ് വരെ പന്തീരാങ്കാവ് റൂട്ടിലെ സ്ഥിരം കാഴ്ചയായിരുന്നു ഇത്. ഇപ്പോൾ ഓരോ 2 മിനിറ്റ് ഇടവിട്ടും ബസ്സുകൾ സർവീസ് നടത്തുന്നു. പക്ഷേ മത്സരയോട്ടമില്ല. ഒന്നിനു പുറകെ ഒന്നായി നീങ്ങും. ബസ്സുകൾ മൂലമുള്ള അപകടങ്ങളും നിന്നു. പന്തീരാങ്കാവ് ബസ് കൂട്ടായ്മ എന്ന ബസ്സുടമകളുടെ സംഘടനയിൽ കലക്ഷൻ ഏൽപ്പിക്കും. അത് ഓരോ 10 ദിവസം കൂടുമ്പോഴും കൃത്യമായി വീതിച്ചു നൽകും. തൊഴിലാളികൾക്ക് കലക്ഷൻ പത്തയ്ക്ക് പകരം ശമ്പളം നൽകാനും തുടങ്ങിയതോടെ തൊഴിലാളികൾ തമ്മിലുള്ള തർക്കവും നിന്നു. മുമ്പുണ്ടായിരുന്ന സ്ലാബ് അനുസരിച്ച് എല്ലാ ബസ്സുകളുടെ കലക്ഷനും ഒന്നിച്ച് വാങ്ങുകയും അതിൻ്റെ വീതം അനുസരിച്ച് എല്ലാവർക്കും വീതം വെക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ കൂട്ടായ്മ എന്നാൽ ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ആ കാലഘട്ടത്തിന് ശേഷം ഈ റൂട്ടിൽ പ്രധാനപ്പെട്ട ഒരു അപകടങ്ങളും ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും സമാധാനത്തോടെയാണ് ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നത്. വഴിയാത്രക്കാർക്കും പേടിയില്ലാതെ നടക്കാം. ഞങ്ങൾ രാവിലെ വൈകുന്നേരമാണ് സ്കൂളിൽ പോകുന്നത്. അപ്പം ഭയങ്കര തിക്കാണെങ്കിലും അത്യാവശ്യം പതുക്കെയാണ് ബസ് പോകാറ്. പേടിക്കാൻ മാത്രമൊന്നുമില്ല. അധികം സ്പീഡൊന്നും ഉണ്ടാകും. അപകടങ്ങൾ പെരുകുന്ന ഇക്കാലത്ത് പന്തീരങ്കാവ് കോഴിക്കോട് റൂട്ടിലുള്ള ബസ്സുകളെ മാതൃകയാക്കാം. കാരണം പണത്തേക്കാൾ വലുത് മനുഷ്യജീവനാണെന്ന് ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ക്യാമറ പേഴ്സൺ അനൂപ് CPക്കൊപ്പം ഷിത, മീഡിയ 1 കോഴിക്കോട്.
പന്തീരാങ്കാവ് ബസ് സർവീസ് കൂട്ടായ്മ മുന്നോട്ട് വച്ച ഈ ആശയത്തിലേക്ക് ഈ ചർച്ചയ്ക്കിടയിൽ നമുക്ക് വരേണ്ടി വരും. ചർച്ച ആരംഭിക്കുന്നു. ആദ്യം നൌഷാദിലേക്ക്. ശ്രീ നൌഷാദ്, 2 വലിയ അപകടങ്ങളുണ്ടായി. അതിനുശേഷമാണെങ്കിലും വേഗം നിയന്ത്രിക്കാനും സ്പീഡ് ഗവർണർ നിർബന്ധമാക്കാനും പരിശോധനകൾ കർക്കശമാക്കാനും സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ അതിനെ ചെറുക്കാൻ ഒരു പണിമുടക്കുമായി വരുന്നത് സർക്കാർ തന്നെ വിശേഷിപ്പിക്കുന്നത് പോലെ ഒരു വെല്ലുവിളിയായി തന്നെ കാണേണ്ടി വരില്ലേ? ഒരിക്കലും ഇതൊരു പണിമുടക്കിൻ്റെ രൂപത്തിലേക്ക് കാണരുതെന്നാണ് കേരള ബസ് ഓപ്പറേറ്റേഴ്സിന് വേണ്ടി ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇന്നലെയും ഇന്നുമായി മോട്ടോർ വാഹന വകുപ്പ് ഏതാണ്ട് ഒരു 700-800 ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കിയിരിക്കുന്നു. ഈ ഫിറ്റ്നസ് റദ്ദാക്കിയത് മൂലം ഈ ബസ്സുകൾക്ക് നിരത്തിലിറങ്ങാനോ സർവീസ് നടത്താനോ സാധ്യമല്ല. വരും ദിവസങ്ങളിലും ഇത്തരം മോട്ടോർ വാഹന വകുപ്പിൻ്റെ നടപടികൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ സർവീസ് നടത്താൻ കഴിയാതെ 700 ബസ്സുകൾ പുറത്തു നിൽക്കുന്ന ഒരവസ്ഥയിൽ മറ്റു ബസ്സുകൾക്ക് എങ്ങനെ സർവീസ് നടത്താൻ കഴിയും? ഞങ്ങൾ ഈ സ്പീഡ് ഗവർണറിനോ മറ്റോ എതിരല്ല. ഞങ്ങൾ 2006 മുതൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തമായ കാര്യമാണ് ബസ്സുകളുടെ വേഗം നിയന്ത്രിക്കണം, അതിന് സംവിധാനം ഒരുക്കണം. അത് ഇത്തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക് സാധനം കൊണ്ടല്ല നിയന്ത്രിക്കേണ്ടത്, അതിന് പല മാർഗങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട്. ഞങ്ങൾ 2006 ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇത് നടപ്പിലാക്കിയപ്പോൾ തന്നെ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറയുന്നു, കെൽട്രോൺ പോലുള്ള ഗവൺമെൻറ് കമ്പനികളെ കൊണ്ട് ഇത്തരം സ്പീഡ് ഗവർണറുകൾ നിർമ്മിച്ച് അത് ബസ്സുകളിൽ ഫിറ്റ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പിനെ കൊണ്ട് നടപടിയെടുപ്പിക്കണം. അല്ലാതെ സംസ്ഥാനത്തിന് പുറത്ത് നിന്നുള്ള കമ്പനികൾക്ക് മൊത്തമായി കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് ഏതാണ്ട് 15ഓളം കമ്പനികൾക്കാണ് 2006 മുതൽ ഇന്നുവരെ സംസ്ഥാന ഗവൺമെൻറ് അനുമതി കൊടുത്തത്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ 13 കമ്പനിയോളം സംസ്ഥാനത്ത് നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. ഏതാണ്ട് 2 കമ്പനികൾ മാത്രമാണ് ഇന്ന് സംസ്ഥാനത്ത് നിലവിലുള്ളത്. താങ്കൾ ഉന്നയിക്കുന്നത് സ്പീഡ് ഗവർണറുകളുടെ ലഭ്യതക്കുറവ് ഇത് ഘടിപ്പിക്കുന്നതിന് ഒരു തടസ്സമായിട്ടുണ്ട്. ഇക്കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ മുൻപ് പെടുത്തിയതാണ് എന്ന് തന്നെയാണ്. നിയമപരമായി സ്പീഡ് ഗവർണർ നിർബന്ധമാണ് എന്നത് വസ്തുതയാണ്. അതിൻ്റെ ലഭ്യതയില്ലെങ്കിൽ ഈ അപകടവും പരിശോധനയും വേണ്ടി വന്നോ ഇക്കാര്യം പരസ്യമായി ഉന്നയിക്കാൻ? അല്ലെങ്കിൽ ഇത് ഉന്നയിച്ച് ഒരു സമരത്തിലേക്ക് പോകാൻ മുമ്പ് എന്തുകൊണ്ട് സംഘടനകൾ തയ്യാറായില്ല? ലഭ്യതക്കുറവിൻ്റെ വിഷയമല്ല ഞങ്ങളിവിടെ ഉന്നയിച്ചത്, ക്വാളിറ്റിയുടെ വിഷയമാണ് ഞങ്ങളിവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ലഭ്യതക്കുറവല്ല. ഇന്നലെയും ചാനലുകളിൽ നമ്മൾ വളരെ വ്യക്തമായി കാണുന്നു, ഈ ചന്തയിൽ പച്ചക്കറി വിൽക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ സ്പീഡ് ഗവർണർ ഇവിടെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പറയുന്നത്, സർക്കാർ കൊടുത്ത 15 കമ്പനികളുടെ അവർക്കുള്ള അംഗീകാര പത്രത്തോടൊപ്പം ഇതിൻ്റെ സർവീസും ഉറപ്പാക്കുന്നു എന്ന് ഗവൺമെൻറ് ഉറപ്പാക്കേണ്ടതുണ്ട്. ഞങ്ങളിവിടെ പറയുന്നത്, ഈ സ്പീഡ് ഗവർണർ വയ്ക്കാനും സ്പീഡ് നിയന്ത്രിക്കാനും സംസ്ഥാനത്തുള്ള സ്വകാര്യ ബസ്സുകൾക്ക് താല്പര്യമാണ്. ഞങ്ങളതിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്പീഡ് ഗവർണർ പ്രവർത്തിപ്പിച്ച് സർവീസ് നടത്തുന്നതിന് വേണ്ട സർവീസ് സെന്ററുകൾ സുകുമാരൻ, ഇന്ന് ബസ്സുകളുടെ ഫിറ്റ്നസ്സുകൾ റദ്ദാക്കുന്നത് വ്യാപകമായ പ്രതിഷേധം ബസ്സുടമകളിൽ നിന്ന് വരുത്തിവെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയല്ലേ ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ? ഫിറ്റ്നസ് നൽകുമ്പം മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻപിൽ ഹാജരാക്കുമ്പം സ്പീഡ് ഗവർണർ ഫിറ്റ് ചെയ്ത വാഹനമാണ് ഹാജരാക്കി അവർ സർട്ടിഫൈ ചെയ്യുന്നത്. അതിനുശേഷം എടുത്ത് ഈ സ്പീഡ് ഗവർണർ ഡിറ്റാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്ത് സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ നിയമപരമായിട്ടുള്ള അത് കംപ്ലൈൻറ്റ് ചെയ്യാത്തപ്പോൾ ഏത് ഉദ്യോഗസ്ഥനും അത് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. കഴിഞ്ഞ ആഴ്ച വരെ ടെസ്റ്റ് ചെയ്ത് അല്ലെ കഴിഞ്ഞ ദിവസം വരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ എല്ലാ വാഹനങ്ങളിലും ഈ നിർദ്ദേശിച്ചിരിക്കുന്ന സ്പീഡ് ഗവർണർ ഫിറ്റ് ചെയ്താണ് അവർ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അത് പിടിച്ച് അല്ലെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്തപ്പോഴത്തേക്ക് എടുത്തു മാറ്റിയ വണ്ടിയുടെ ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്തപ്പോഴത്തേക്ക് സുകുമാരൻ, ഇത് എൻഫോഴ്സ് ചെയ്യാൻ 2 വലിയ ദുരന്തങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു. ഈ എൻഫോഴ്സ്മെന്റ് ഇതിനു മുമ്പ് നടന്നിരുന്നുവെങ്കിൽ ഈ ദുരന്തങ്ങളെങ്കിലും നമുക്ക് ഒഴിവാക്കാമായിരുന്നു. തീർച്ചയായിട്ടും ഇത് നേരത്തെ തന്നെ വേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഇത് ഫിറ്റ് ചെയ്ത ഒരു വാഹനത്തിൽ നിന്ന് ഇത് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പേര് നടപടിയെടുക്കേണ്ടതാണ്. മടങ്ങിയെത്താം താങ്കളിലേക്ക്. ഇപ്പോൾ ഇവിടെ അബ്ദുസത്താർ ഉണ്ട്, പന്തീരാങ്കാവ് ബസ് സർവീസ് കൂട്ടായ്മയുടെ പ്രസിഡന്റ്. അബ്ദുസത്താർ, എങ്ങനെയാണ് ഇത്തരമൊരു കൂട്ടായ്മ രൂപീകരിക്കാനിടയായ സാഹചര്യം?
ഈ റൂട്ടുകളിൽ ഒരുങ്ങിയത്. നിങ്ങൾ മുമ്പ് പറഞ്ഞ മാതിരി ഈ കോഴിക്കോട് ജില്ലയിൽ പന്തീരങ്കാവ് മാങ്കാവ് റൂട്ടിൽ മുമ്പും ഇതേമാതിരി അപകടങ്ങൾ ഒരു തുടർക്കഥയായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എപ്പോഴും നിങ്ങളൊക്കെ ചർച്ചയിൽ പങ്കെടുക്കത്ത് പറയാറുള്ളത് ഉടമകൾക്കും ഇതിലൊരു പങ്കുണ്ട്. ഒരു ഉടമയും സത്യത്തിൽ ഒരു വാഹനം അപകടത്തിൽ പെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സ്വാഭാവികമായി ഇന്നത്തെ സാഹചര്യം അതിന് കൂടിപ്പോവുകയാണ് ചെയ്യുന്നത്. അത് നിർത്തലാക്കാൻ വേണ്ടി സ്വയം നമ്മൾ ആ തൊഴിലാളികളെയും ഉടമകളെയും എല്ലാവരും വിശ്വാസത്തിലെടുത്തിട്ട് അവർക്ക് കലശം പത്ത സമ്പ്രദായം മാറ്റി അവർക്ക് ശമ്പളം കൊടുക്കുന്ന രീതിയിലേക്കും പിന്നെ കിട്ടുന്ന വിഹിതം എല്ലാവരും തുല്യമായി പങ്കിട്ട് വിഹിതം വെച്ചെടുക്കുന്ന വിഹിതവുമായപ്പോൾ ആർക്കും ഒരു പരാതിയുമില്ല. ലാഭകരമാണോ ബസ് സർവീസുകൾ ആ റൂട്ടിൽ? ലാഭകരം ഇന്നത്തെ അവസ്ഥയിൽ മൊത്തത്തിൽ ഇപ്പോൾ ഡീസലിനൊക്കെ വില കൂടുന്ന ഒരവസരത്തിൽ ലാഭകരമാണ് എന്ന് പറയാൻ ഒരു ഒത്തുപിടിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ റൂട്ടിൽ പോകുന്നത്. കാരണം വലിയ അപകടങ്ങളൊന്നും ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് 2011 ആഗസ്റ്റ് മാസം 1-ാം തീയതി തുടങ്ങി 2 കൊല്ലം 2 മാസവും പിന്നിട്ടു. ഈ ഒരു കാര്യമായ അപകടങ്ങളോ ഒന്നും ഈ റൂട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത്തരമൊരു കൂട്ടായ്മ ദീർഘദൂര റൂട്ടുകളിൽ സാധ്യമാണോ? ഇത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും എല്ലാ റൂട്ടിലും സാധ്യമാണ്. ഇതിന് അധികാരികൾ മുന്നിട്ടിറങ്ങണം. ഇപ്പം തന്നെ ട്രാൻസ്പോർട്ട് കോഴിക്കോട് സൗത്ത് AC ബേപ്പൂർ റൂട്ടിലും പറമ്പിൽ ബസാർ റൂട്ടിലും ഒക്കെ തുടങ്ങാൻ അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങളെ ഇന്നലെ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. ഇതിൽ നിങ്ങളും കൂടി ഇതിന് ഭാഗവാക്കാവണം എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരാം ശ്രീ നൗഷാദിലേക്ക്. നൗഷാദ്, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യങ്ങൾ ബസ്സുടമ സംഘങ്ങളും അല്ലെങ്കിൽ ബസ്സുടമകൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി വരുമാനം പങ്കുവച്ച് അതിലൂടെ മത്സരയോട്ടം നിയന്ത്രിക്കുന്നു, അപകടങ്ങൾ കഴിവതും കുറയ്ക്കാൻ സാധിക്കുന്നു. ഇതൊരു മാതൃകയാണ്. ഇതിൽ ഇവിടെ സത്താർ സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട സംഗതി കളക്ഷൻ ബാറ്റ സമ്പ്രദായം ഇവിടെ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കളക്ഷൻ ബാറ്റയ്ക്ക് ഈ മത്സരയോട്ടം എന്നതിൽ വലിയൊരു പങ്കില്ലേ? അത്തരം സമ്പ്രദായങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഈ അമിത വേഗവും അതുമൂലമുണ്ടാകുന്ന അപകടങ്ങളും ഒരു പരിധിവരെ നിയന്ത്രിക്കാനാവില്ലേ? തീർച്ചയായും ഈ സംവിധാനം ഇത് പന്തീരങ്കാവിൽ മാത്രം നിലനിൽക്കുന്നുള്ള കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം കൂട്ടായ്മകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതും അപകടവുമായി യാതൊരു ബന്ധവുമില്ല. അവിടെ ബസ്സുകൾ എങ്ങനെ അവിടെ സർവീസ് നടത്തുന്നു അതുപോലെ തന്നെയാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. കേരളത്തിൽ ഏകദേശം സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസം നടത്തുന്നത് ഏകദേശം 37 ലക്ഷം കിലോമീറ്ററാണ് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ ഏറ്റവും അധികം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ബസ്. ആ ബസ്സിൻ്റെ ആ സമയദൈർഘ്യം വെച്ച് തന്നെ ഇവിടുത്തെ ഉണ്ടാക്കുന്ന അപകടങ്ങളിൽ ബസ്സുകൾ വഹിക്കുന്ന പങ്ക്